ഇസ്രായേലും അമേരിക്കയും മാത്രമല്ല. കാരണം ഇറാനുമായിട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറാനെ ആക്രമിക്കാൻ കാരണം ആണവായുധം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഒരു വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആക്രമിക്കാൻ കാരണം ആ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, ചതിയന്മാരായ രണ്ട് രാജ്യങ്ങളും വേറെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. പറയാൻ കാര്യങ്ങൾ മനസ്സിലായോ? അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും മാത്രമല്ല ഇറാനുമായിട്ട് യുദ്ധം ചെയ്തത്. കാരണം അറിയോ, മനസ്സിലാക്കുന്നറിയോ, ഒരു കള്ളപ്പച്ചയാണ്. കാരണം അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തകർക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും മെനക്കെട്ടു. ആ കൂടുതൽ രണ്ട് രാജ്യങ്ങളോടുണ്ടെന്ന് വേറെ രണ്ട് രാജ്യങ്ങളോടും ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ ഇറാനുമായി യുദ്ധം പ്രഖ്യാപിച്ചു റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അറിയോ, ആ രൂപത്തിൽ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അമേരിക്ക ചെയ്തതുപോലെ ആ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ട്. കാരണം അറിയോ, മനസ്സിലാക്കുന്ന കാരണം അറിയോ, ജർമ്മനി, ബ്രിട്ടൻ രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലിൽ എന്താ പറയുക എല്ലാ വിധത്തിലും ഒത്യാശ ചെയ്തെടുക്കുകയും നിങ്ങൾ തുടങ്ങിക്കോളൂ ഞങ്ങളും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ മൂപ്പിച്ചു, എല്ലാ കാര്യവും ഇസ്രായേലിനെ മൂപ്പിച്ചുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ, അമേരിക്ക മാത്രമല്ല ബ്രിട്ടനും ജർമ്മനിയും, ഈ രണ്ട് രാജ്യങ്ങളും പിന്നെ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകിയുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഇറാന്റെ ഭാഗത്തുള്ള പ്രതികരണം എന്താ അറിയോ, ഞങ്ങൾ കൊടുത്തോളാം. ഏത് വിധത്തിലും മനസ്സിലാക്കാൻ ഇറാനെ പോലത്തെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി, ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം നിൽക്കുന്നത് ഇവരെ കൂട്ടുള്ളതും അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ഒപ്പം ഉള്ളതും കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇസ്രായേൽ എന്ന രാജ്യമാണ് നിൽക്കുന്നത്. കാരണം അത്രയും വലിയ മിസൈലുകൾ പോയിട്ട് ഇവരെ ഈ നാല് രാജ്യത്തിനെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇറാന്റെ മിസൈലുകളൊക്കെ എന്താ പറയുക ഏറെക്കുറെ തടുത്തു കഴിഞ്ഞത്. പക്ഷേ പകുതിയിലധികം അവിടെ പോയി വീണു. ബാക്കി പകുതി തടുത്തത് ഇവരെ സാങ്കേതിക വിദ്യകൾ കൊണ്ടാണ്. അമേരിക്കൻ്റെയും ബ്രിട്ടന്റെയും അതുപോലെ തന്നെ ജർമ്മനിൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്താ പറയുക ഈ ഇറാന്റെ ആയുധത്തെ ഉപയോഗിച്ചത്. 50% പോയി വീണു, 50% പോയി തടയുകയും ചെയ്തു. 50% തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇവരെ സാങ്കേതിക വിദ്യ, ഈ ജർമ്മനിന്റെയും ബ്രിട്ടന്റെയും അമേരിക്കന്റെയും ഇസ്രായേലിന്റെയും സാങ്കേതിക വിദ്യകൾ ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഒരു രാജ്യം ഇപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കാരണം ഈ ചതിക്കപ്പെട്ടവര് അല്ലെങ്കിൽ ചതിച്ചത് അമേരിക്ക മാത്രമല്ല, അത് ഇറാനെ ചതിച്ചത് അമേരിക്ക മാത്രമല്ല, ഇസ്രായേൽ മാത്രമല്ല ബ്രിട്ടനും ജർമ്മനിയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് പോകുന്നത്. അപ്പം കൊടുക്കുമ്പോൾ ഓരോ കഷ്ണങ്ങൾ കൊടുത്തിരിക്കുന്ന പറയുന്നത്. പറയാതെ ഇറാനോട് കളിക്കാൻ പോയ ആരാണോ ഓർക്കൊക്കെ 8ന്റെ പണി കിട്ടുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അറിയോ, ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഇപ്പൊ തൽക്കാലികമായി യുദ്ധം നിർത്തിവെച്ചു. അത് ഇസ്രായേൽ തന്നെ മുൻകൈ എടുത്ത് യുദ്ധം അവസാനിപ്പിക്കുകയും പിന്നീട് ഇറാൻ ആ യുദ്ധത്തെ എന്താ പറയുക തിരിച്ചങ്ങോട്ട് അടിക്കുകയും ചെയ്ത. ശരിക്കും ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. ഈ പലസ്തീൻ രാജ്യം സ്വതന്ത്ര രാജ്യമായാൽ മാത്രമേ എന്താവും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യം എല്ലാവർക്കും 100% ഉറപ്പാണ്. അതല്ലെങ്കിൽ എന്തിനാണ് ഹൂതികളും അതുപോലെ പല ഈ ഇറാന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ഹൂതികളും ബാക്കിയുള്ള ടീമുകളൊക്കെ ഇസ്രായേൽ അടിച്ചു കൊടുക്കുന്നത്? നമുക്ക് ചിന്തിച്ചറിയുന്ന റിപ്പോർട്ടുകളല്ലല്ലോ. ഒരു മനുഷ്യൻ ചിന്തിച്ചറിയൂലേ? അന്ന് മനസ്സിലാക്കാൻ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇറാൻ മെനക്കെടുന്നത്. ഇറാൻ ആക്രമിച്ച ഇസ്രായേലാണ്, അമേരിക്കയാണ്. ഒത്താശ ചെയ്ത് കൊടുത്ത് രണ്ട് രാജ്യങ്ങൾ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുണ്ട്. ഇറാൻ എന്നറിയോ ലോകം കണ്ട ഏറ്റവും വലിയ രാജ്യമായി മാറിക്കഴിഞ്ഞു. കാരണം ഓലെ സംബന്ധിച്ച് ഓരോ കൂട്ടുകിട്ടാറെന്നാ പറയുന്ന അമേരിക്ക എന്നല്ല. അമേരിക്ക ജർമ്മനി വിട്ടത് പറഞ്ഞാൽ എന്ത് ചെയ്തു, ലോക്കൽ അങ്ങനെ പോട്ടേക്ക്. അതല്ല രാജ്യങ്ങൾ പവർ കൊണ്ട് അതുകൊണ്ട് തന്നെ ചങ്കൂറ്റം കൊണ്ട് എല്ലാം കൊണ്ട് മുൻപത്തിൽ നിൽക്കുന്ന വേറെ രാജ്യങ്ങൾ ലോകത്തുണ്ട്. റഷ്യ, ലോക രാജ്യങ്ങൾ പെട്ട നല്ല പവറുള്ള രാജ്യമാണ് റഷ്യ, ചൈന, ഉത്തര കൊറിയ, നമ്മൾ ഇന്ത്യ എന്താ പറയുക, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. ഈ അമേരിക്കയൊക്കെ എന്തെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ സൗദിൻ്റെ ഒക്കെ എന്താ അറിയോ വാലാട്ടി നക്കി കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ എന്താ ഉള്ളത് അല്ലെ, സ്വന്തമായിട്ട് എന്താണെന്ന് പറയുന്നത്. സൗദി എന്താ അറിയോ, ഈ സൗദി രാജാക്കന്മാരൊക്കെ എന്താ അറിയോ ബാക്കിയുള്ള എല്ലാ സംഗതിയും കൊടുത്ത് ഓല രാജാക്കന്മാരൊക്കെ എന്താ അറിയോ ഓല കീഴിലാക്കിപ്പെട്ട് എല്ലാ പൈസ പിഴിഞ്ഞു കൊണ്ടുവന്ന രൂപം മാത്രമാണ് ഈ അമേരിക്ക ഉള്ളത്. അതുപോലെ ഇസ്രായേലിനെ ഇപ്പോൾ നിലബോധികൾ, ഇസ്രായേലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ അറിയോ ലോകത്തുള്ള എന്താ പറയുക ജനങ്ങളെ എന്താ അറിയോ ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ മൊത്തം കൊന്നു തള്ളുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ട് വന്ന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇസ്രായേൽ. ഒരു കാലത്ത് മനസ്സിലാക്കാൻ എന്താ പറയുക ഈ പറയുന്ന ഇസ്രായേൽ നിരഭോജികൾക്ക് കയറി കടക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തത് കൊണ്ട് പലസ്തീനിലുള്ള മക്കൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത സ്ഥലത്താണ് ഇപ്പം പലസ്തീൻ മക്കൾ ആക്രമിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞത്? വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഇസ്രായേലുകൾക്ക് ഉണ്ടല്ലോ താമസിക്കാൻ സ്ഥലമല്ലായിരുന്നു.
പണ്ട് ഒട്ടകത്തിന്റെ കഥ കേട്ടില്ല നിങ്ങൾക്ക്? അതേപോലെ പലസ്തീൻ മക്കൾ നിങ്ങൾ ഇവിടെ കടന്നോളി, ഇവിടെ നിന്നോളി എന്ന് പറഞ്ഞാൽ അവിടേക്ക് കയറി വന്ന ആൾക്കാരാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ടീമുകൾ. എന്നിട്ട് ആ പലസ്തീൻ മക്കളെ ചുട്ടുകൊല്ലുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഏതാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ താങ്ക് യു വെരി മച്ച്.